പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് മലയാളം ഫിലിം ഇൻഡസ്ട്രീനെ കുറിച്ചാണ്, അഥവാ മോളിവുഡിനെ കുറിച്ചാണ്. ട്രാവൽ പരവും ബിസിനസ് പരമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഈ വീഡിയോ വഴി പങ്കുവെക്കുന്നത്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ കഴിഞ്ഞ വർഷം മലയാള സിനിമ നേടിയത് 1000 കോടി രൂപയ്ക്ക് മുകളിലാണ്. ഒരു കാലഘട്ടത്തിൽ 5-10 കോടി രൂപയൊക്കെ മലയാള സിനിമ കളക്ട് ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ പഴങ്കതേ. 6ഓളം സിനിമകളാണ് കഴിഞ്ഞ വർഷം 100 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുള്ളത്. നിലവിൽ 4ാമത്തെ വലിയ ഫിലിം ഇൻഡസ്ട്രി ആയിട്ട് മാറി കഴിഞ്ഞു മോളിവുഡ്. 1ാം സ്ഥാനം സ്വാഭാവികമായിട്ട് ബോളിവുഡിന്, 2ാം സ്ഥാനം തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിക്ക്, 3ാം സ്ഥാനം തമിഴ് ഫിലിം ഇൻഡസ്ട്രിക്ക്, 4ാമത്തത് മോളിവുഡ് അഥവാ മലയാളം ഫിലിം ഇൻഡസ്ട്രി. ആ വിധത്തിൽ വളർന്നു കഴിഞ്ഞു. ഇതിലെ തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രി 2300 കോടി രൂപ ടേൺ ഓവർ നേടിയപ്പോൾ തമിഴ് ഫിലിം ഇൻഡസ്ട്രി 1800 കോടി രൂപയാണ് ടേൺ ഓവർ ഉണ്ടാക്കിയത്. മലയാളം ഫിലിം ഇൻഡസ്ട്രി 1100 കോടി രൂപ ടേൺ ഓവർ ഉണ്ടാക്കി. ഇന്ത്യയിൽ മൊത്തം 16 ഫിലിം ഇൻഡസ്ട്രികളുണ്ട്. അതിൽ നിന്നാണ് ഈ 4ാമത്തെ വലിയ ഫിലിം ഇൻഡസ്ട്രി എന്നുള്ള നേട്ടത്തിലേക്ക് നമ്മൾ എത്തിയത്. ജനസംഖ്യയിലും വലുപ്പത്തിലും ആദ്യത്തെ 10ൽ പോലും ഇല്ലാത്ത സംസ്ഥാനമാണ് കേരളം. കേരളത്തിനേക്കാളും വലിയ 22ഓളം സ്റ്റേറ്റുകളുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ നമ്മുടെ മലയാള സിനിമ നേടിയ നേട്ടം ചെറുതല്ല എന്ന് മനസ്സിലാവുമല്ലോ. ഇത് മറ്റുള്ള സ്റ്റേറ്റുകൾ നമ്മുടെ സിനിമ ഇന്ത്യക്ക് പുറത്തും അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇത്രയധികം നേട്ടം ലഭിക്കുന്നത്. നമ്മുടെ മലയാള സിനിമയുണ്ടല്ലോ ടെക്നിക്കലി അത്രയധികം വളർന്നു കഴിഞ്ഞു കേട്ടോ. മഞ്ഞുമൽ ബോയ്സിന്റെ കാര്യം തന്നെ എടുക്കാം. ആ ഗുണ കേവ് അതേമാതിരി തന്നെ കൊച്ചിയിൽ കൊണ്ടുവന്ന് സെറ്റ് ഇടുകയായിരുന്നു. ഒറിജിനൽ ഗുണ കേവിനെ വെല്ലുന്ന തരത്തിലായിരുന്നു ആ സെറ്റ്. ആ സിനിമ കണ്ടാൽ പറയില്ല ആരും അത് ഒറിജിനൽ ഗുണ കേവിലല്ല ആ ഫിലിം ഷൂട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ സിനിമ കൂടുതൽ ഓടിയത് തമിഴ്നാട്ടിലാണ്. മഞ്ഞുമൽ ബോയ്സിലെ ലോകോത്തര നിലവാരത്തിലുള്ള സെറ്റ് ഒരുക്കിയാണ് ആ വിജയം നേടിയത്. ആടുജീവിതം വിജയം നേടിയത് ലോകോത്തര നിലവാരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ അതിലെ നായകൻ ചെയ്തിട്ടാണ്. ആ സിനിമയിൽ പൃഥ്വിരാജ് അത്രയധികം റിസ്ക് എടുത്തിട്ടുണ്ട്. അത്രയധികം ശരീരഭാരം കുറച്ചിട്ടാണ് ആ സിനിമയിൽ രംഗത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം സജ്ജമായത്. പൃഥ്വിരാജ് മാത്രമല്ല കേട്ടോ, എൻ്റെ ക്രൂവും മരുഭൂമിയിൽ പോയി കഷ്ടപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. അടുത്ത സിനിമ എന്ന് പറയുന്നത് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമ. ഗുരുവായൂർ അമ്പലം അതേമാതിരി തന്നെ കൊച്ചിയിൽ സെറ്റ് ഇടുകയായിരുന്നു. ആ സെറ്റ് പൊളിക്കുന്ന സമയത്ത് ആ കാണിക്കവഞ്ചിയിൽ പൈസ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ ഉണ്ടായിരുന്ന ജൂനിയർ ആർട്ടിസ്റ്റിനൊക്കെ ഈ അമ്പലത്തിൽ വന്ന ഫീലാണ് കിട്ടിയിരുന്നതെന്നാണ് പറയുന്നത്. VFXും പ്രൊഡക്ഷൻ ഡിസൈനിങ് ഒക്കെ വേറെ ലെവലിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമ ചെന്നൈനെ ആശ്രയിച്ചാണ് ഉണ്ടായിരുന്നത്. കോടമ്പകത്തായിരുന്നു സിനിമ ഇൻഡസ്ട്രി കേന്ദ്രീകരിച്ചിരുന്നത്. അത് കൊച്ചിയിലേക്ക് പറിച്ചു നടന്നതോടുകൂടിയാണ് മലയാള സിനിമ പച്ച പിടിച്ചു തുടങ്ങിയത്. ബോളിവുഡിന് ആ പേര് കിട്ടിയത് ബോംബെ സിനിമ എന്നുള്ള പേരിലാണ്. കോളിവുഡിന് ആ പേര് വരുന്നത്, തമിഴ് സിനിമക്ക് ആ പേര് വന്നത് ചെന്നൈയിൽ കോടമ്പകത്ത് ഈ ഫിലിം ഇൻഡസ്ട്രി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് കോളിവുഡ് എന്നുള്ള പേര് വരുന്നത്. ഇത് കൊച്ചിയിലേക്ക് പറിച്ചു നടന്നപ്പോഴേക്കും തമിഴ് ഇൻഡസ്ട്രിക്ക് കോളിവുഡ് എന്നുള്ള പേര് വന്നിരുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ കോളിവുഡിൽ നിന്ന് മലയാള സിനിമ അറിയേണ്ടതായിരുന്നു. ഇന്നിപ്പോൾ മോളിവുഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്നിപ്പോൾ നമുക്കിവിടെ എല്ലാ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും സ്റ്റുഡിയോകളും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നല്ല വിധത്തിൽ കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. കൊച്ചിയിലെ ആദ്യത്തെ സ്റ്റുഡിയോ എന്നൊക്കെ പറയുന്നത് നവോദയ സ്റ്റുഡിയോ ആണ്. കൊച്ചിയിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഗോകുലം ഗ്രൂപ്പിന്റെ ഒരു ഫിലിം സ്റ്റുഡിയോ വന്നിട്ടുണ്ട്. കൊച്ചിയിലെ പുക്കാട്ടുപടിയിലാണ് അതുള്ളത്. ഇപ്പോൾ ജയസൂര്യയുടെ കത്തനാട് സിനിമയൊക്കെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഒത്തിരി ഫിലിം സ്റ്റുഡിയോകളും വരുന്നത് ഈ വ്യവസായത്തിന് വളരെയധികം ഗുണം ചെയ്യും. ഇനി വരാൻ പോകുന്ന സിനിമകളും വൻ വിജയത്തിലേക്കാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും. ഇപ്പൊ എമ്പുരാനൊക്കെ ഉണ്ടല്ലോ, അത് വൻ വിജയം തന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. എമ്പുരാൻ സിനിമയൊക്കെ മലയാള സിനിമ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത മെത്തേഡിലാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത് കേട്ടോ. പാൻ ഇന്ത്യൻ ലെവലിലാണ് ഇറങ്ങാൻ പോകുന്നത്. ഇപ്പൊ മാർഗോ സിനിമയൊക്കെ ഹിന്ദി സിനിമാ ലോകത്ത് ഏറ്റെടുത്ത് കഴിഞ്ഞ ഒരു സിനിമയാണ്. മലയാള സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല കഥയുള്ള സിനിമകളാണ് ഇറങ്ങുന്നത്. അതോടൊപ്പം തന്നെ നല്ല വിഷ്വൽ എഫക്റ്റും സിനിമാറ്റോഗ്രാഫിയും കൂടി എത്തിക്കഴിഞ്ഞപ്പോൾ മലയാള സിനിമയുടെ ആ ബാരിയർ വളരെ കുറച്ച് ആളുകളെ കാണാനുള്ളൂ എന്നുള്ള ബാരിയർ കടത്തി വെട്ടിയാണ് നമ്മൾ ഈ സിനിമാ ലോകത്തേക്ക് പച്ചക്കൊടി നാട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തും തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.